വിടവാങ്ങുന്നേ. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത് ഇങ്ങനെയാ: ഒരു വ്യക്തി എന്തെല്ലാം തെറ്റുകൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. മരണത്തിന് തൊട്ടു മുമ്പ് കുമ്പസാരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് സ്വർഗം സ്വന്തമാക്കാനാവില്ല. അന്ത്യവിധി വരെ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്ത് തന്നെ കിടക്കേണ്ടി വരും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അച്ഛനെ കൊണ്ടത് കുമ്പസാരിച്ച് എല്ലാ പാപം ഏറ്റുപറഞ്ഞ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്. ഇല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുക, അങ്ങനെ മരണസമയത്ത് അച്ഛനെ കൊണ്ടുവന്ന് കുമ്പസാരിച്ച് ഈ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെന്ന് മോഹിക്കേണ്ട. അന്ത്യവിധി വരെ ആ മനുഷ്യൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. വിശുദ്ധ അമ്മ ത്രേസ്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിച്ച കൊച്ചു കൊച്ചു പാപങ്ങൾക്ക് പോലും പരിഹാരം ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ. ഈ അമ്മ ത്രേസ്യയുടെ പ്രത്യേകതയാണ് ഈശോയെ കാണാൻ സാധിച്ചിട്ടുണ്ട്, മാതാവിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്, സ്വർഗം കാണാൻ സാധിച്ചിട്ടുണ്ട്, നരകം കാണാൻ സാധിച്ചിട്ടുണ്ട്, ശുദ്ധീകരണ സ്ഥലം കാണാൻ സാധിച്ചു ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ. പക്ഷെ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ കാണാൻ മരണസമയത്ത് ഈ അമ്മ ത്രേസ്യ കിടന്ന് കരയുക. അപ്പൊ കൂടെയുള്ള സഹോദരിമാര് ചോദിച്ചു, എന്താ കരയുന്നത്? മരണത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ പാപത്തെ ഓർത്താണോ അമ്മ കരയുന്നേ? ആ സമയത്ത് അമ്മ ത്രേസ്യയുടെ മറുപടി ഇങ്ങനെയാ: ജീവന്റെ ഗ്രന്ഥത്തിൽ എന്നെ കുറിച്ച് എന്ത് എഴുതിയിരിക്കുന്നു? എത്ര കാലം ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും? ഇതിനെ ഓർത്താണ് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയം. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം പരിഹാരം ചെയ്ത് ജീവിച്ച അമ്മ ത്രേസ്യയുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എവിടെ പോയി കിടക്കും പ്രിയപ്പെട്ടവരെ?